നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബസ്സിൻ്റെ ടയറിനടിയിൽ അപകടത്തിൽപ്പെട്ട ഒരു യുവതിയെ എല്ലാവരും കൂടെ രക്ഷിച്ച് അവരെ എടുത്തുയർത്തിയപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ കീറിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചുറ്റും കൂടി ആളുകൾക്ക് എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആ ഒരു സമയം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ഒരു പച്ചയായ ഒരു മനുഷ്യൻ, അദ്ദേഹം തൻ്റെ ഉടുത്തിരുന്ന മുണ്ടൂരി ആ സ്ത്രീയുടെ അല്ലെങ്കിൽ അവരുടെ വസ്ത്രം കീറിയ ഭാഗത്ത് അവരെ ഉടുപ്പിക്കുന്ന ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലും മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നിരവധി അഭിനന്ദന പ്രവാഹമായിരുന്നു അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടായിരുന്നത്. നമ്മളും ആ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ രാജനഗരിയിലെ ഒരു ചായ വിൽപ്പനക്കാരനാണ് അദ്ദേഹം. നന്മയുടെ പ്രതീകമെന്ന് തന്നെ നമുക്ക് ഒരു സംശയം കൂടാതെ വിളിക്കാൻ പറ്റിയ ഒരു സ്വഭാവ സവിശേഷതയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് സൈക്കിളിൽ ചായ വിറ്റ് നടക്കുന്ന തൃപ്പൂണിത്തറ കിഴക്കേക്കോട്ട മരട്ടിപ്പറമ്പിൽ വീട്ടിൽ ഷാജി എന്ന് പറയുന്ന 52 വയസ്സുകാരൻ. ഏതായാലും അദ്ദേഹത്തെ കാണാനും അഭിനന്ദനം അറിയിക്കാനായിട്ട് ഷാജിയുടെ വീട്ടിൽ മുഖ്യമന്ത്രി VD സതീശൻ എത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നാടിൻ്റെ അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ ഷാജിക്ക്. പതിവ് പോലെ സൈക്കിളിൽ ചായപാത്രവുമായി ഓരോ കടകളിലും മറ്റും ചായ നൽകി പോകവെയാണ് തൃപ്പൂണിത്തറ സ്റ്റാച്യു ജംഗ്ഷൻ ഭാഗത്ത് വലിയ ശബ്ദവും കരച്ചിലും കേട്ടത്. 16-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു ഈ സംഭവം നടന്നത്. ഒരു സ്കൂട്ടർ യാത്രക്കാരിയെ സ്വകാര്യ ബസ് ഇടിച്ചിട്ടിരിക്കുന്ന കാഴ്ച. ഓടിക്കൂടിയവരോടൊപ്പം ചേർന്ന് അവരെ വണ്ടിയുടെ മുൻചക്രത്തിനടിയിൽ നിന്നും എടുത്തപ്പോഴുള്ള കാഴ്ച. രക്തത്തിൽ കുളിച്ച് ധരിച്ചിരുന്ന ചുരിദാറൊക്കെ അരയ്ക്ക് താഴെ ഭാഗം കീറി ഇല്ലാതായി പോയ നിലയിലായിരുന്നു. എപ്പോഴും മുണ്ടെടുത്ത് നടക്കാറുള്ള ഷാജി മറ്റൊന്നും നോക്കിയില്ല. താൻ ഉടുത്തിരുന്ന മുണ്ടടിച്ച് ആ സ്ത്രീയെ ഉടുപ്പിക്കുകയായിരുന്നു. ആ സ്ത്രീയുടെ നഗ്നത മറച്ച ഷാജിയുടെ മനസ്സിനാണ് സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി നേടുന്നത്. അപകടത്തിൽ പരിക്കേറ്റ സ്ത്രീ ഒരു ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിൽ അയച്ചു. മുണ്ടില്ലാതെ റോഡിൽ നിൽക്കുകയായിരുന്ന ഷാജിയുടെ തൊട്ടടുത്തേക്ക് സമീപത്തുള്ള മഹാരാഷ്ട്ര വസ്ത്രാലയത്തിലെ ഉടമയുടെ മകൻ ഒരു പുതിയ മുണ്ടുമായി എത്തി. അതൊടുത്താണ് ഷാജി വീണ്ടും ചായപാത്രവുമുള്ള സൈക്കിളുമായി മുന്നോട്ട് ചവിട്ടി നീങ്ങിയത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. കൊച്ചിയിൽ വരുമ്പോൾ കാണാമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്നാണ് ഷാജി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെയാണ് ഓരോ ജനപ്രതിനിധികളും പോയി കാണേണ്ടതും ആദരിക്കേണ്ടതും. ആ വാർത്ത പുറത്തു വന്നപ്പോഴേ അല്ലെങ്കിൽ അതിൻ്റെ താഴെ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തെ വിളിക്കണം, നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തെ കാണും, കൊച്ചിയിൽ വരുമ്പോൾ കാണാം എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് ഷാജി തന്നെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയാണ്. ചോറ്റാനിക്കരയ്ക്ക് അടുത്താണ് ഇരുവേലി പാലസ് സ്ക്വയർ ഭാഗത്താണ് ഷീജ ജോർജ് എന്ന് പറയുന്ന യുവതി അപകടത്തിൽപ്പെട്ടത്. സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇപ്പോഴും അവർ ബസ്സിൻ്റെ മുൻചക്രത്തിനടിയിലേക്കാണ് വീണ സ്ത്രീ. റോഡിലൂടെ മീറ്ററുകളോളമാണ് ഈ ഒരു ബസ് വലിച്ചിടിച്ചു കൊണ്ടുപോയത്. പിന്നീട് നാട്ടുകാരുടെ വലിയ ബഹളം കേട്ടാണ് ബസ് ജീവനക്കാർ വണ്ടി നിർത്തിയത്. തുടർന്ന് പ്രദേശത്തുണ്ടായിരുന്നവർ ഓടിയെത്തി ബസ് പിന്നോട്ട് നീക്കിയാണ് സ്ത്രീയെ രക്ഷപ്പെടുത്തിയത്. ജീവിതത്തിൽ ആദ്യമായാണ് അത്തരം ഒരു ഭയാനകമായ കാഴ്ച കാണുന്നതെന്നാണ് ഷാജി ഓർക്കുന്നതും. ബസിന്റെ ടയർ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടുരുമയാണ് നിന്നിരുന്നത്. ആളുകൾ ചേർന്ന് അവരെ എഴുന്നേൽപ്പിച്ചപ്പോഴാണ് റോഡിലൂടെ വലിച്ചിഴക്കപ്പെട്ടത്. കാരണം അവരുടെ അരയ്ക്ക് താഴേക്കുള്ള വസ്ത്രങ്ങളെല്ലാം പൂർണ്ണമായും കീറിപ്പറഞ്ഞ നിലയിലാണെന്ന് ശ്രദ്ധിക്കുന്നത്. ആ പരിങ്ങലിൽ മറ്റൊന്നും ചിന്തിക്കാനോ വസ്ത്രം വാങ്ങി വരാനുള്ള സമയം അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ അന്തസ്സിനും സാഹചര്യത്തിനും പ്രയാസം ഉണ്ടാകരുതെന്ന് കരുതിയാണ് ഷാജി തൽക്ഷണം താൻ ഉടുത്തിരുന്ന മുണ്ടഴിച്ച് നൽകിയത്. അവരുടെ ശരീരം മറയ്ക്കുകയായിരുന്നു. ആ സമയത്ത് താൻ മുണ്ടെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചും സ്വന്തം നാണത്തെക്കുറിച്ചും ഓർത്തില്ലെന്നും ഒരു സ്ത്രീ അത്തരമൊരു അവസ്ഥയിൽ ആശുപത്രിയിലേക്ക് വിടുന്നതിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കുക മാത്രമായിരുന്നു മനസ്സിലെന്നും ഷാജി പറയുന്നുണ്ട്. പിന്നീട് അവരെല്ലാവരും കൂടെ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. ഇപ്പോഴും അവർ ആശുപത്രിയിൽ ചികിത്സയിൽ എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമുക്കറിയാം, ഒരു അപകടം നടന്ന് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഇത്തരത്തിലൊരു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊബൈൽ ഫോണുകളിൽ അത് പകർത്തി സോഷ്യൽ മീഡിയ പേജുകളിൽ അത് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കുകയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു മനുഷ്യനും താൻ ഒന്നും തന്നെ ചിന്തിക്കാതെ താൻ ഉടുത്തിരുന്ന തൻ്റെ നാണത്തെക്കുറിച്ചോ മാനത്തെക്കുറിച്ചോ അദ്ദേഹം ചിന്തിച്ചില്ല. ആ സ്ത്രീയുടെ വസ്ത്രങ്ങൾ കീറിയിട്ടുണ്ട്. അത്തരം
അത്തരത്തിൽ രക്തത്തിൽ കുളിച്ച് വേദനയിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അത്തരത്തിൽ ഒന്നും തന്നെ സംസാരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് അവരുടെ മനസ്സറിഞ്ഞ് അദ്ദേഹം അവിടെ പെരുമാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത ആളുകൾ ഇപ്പോഴും നമുക്കിടയിൽ ഉണ്ട് എന്ന് നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ ഒരു ചായ വിൽപ്പന തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മയും ഭാര്യയും ബികോമിന് പഠിക്കുന്ന മകനും 4ാം ക്ലാസ്സുകാരിയായ ഒരു മകളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം. രാവിലെ 9 മണിക്ക് ചായയുമായി ഇറങ്ങി ഉച്ചയ്ക്ക് 12ഓടെ വീട്ടിലെത്തി പാത്രങ്ങൾ കഴുകി വൈകിട്ടത്തെ ചായക്കുള്ള ഒരുക്കങ്ങൾ കൂട്ടി 3 മണിക്ക് വീണ്ടും ചായയുമായി ഇറങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിനചര്യ എന്ന് പറയുന്നത്. ജീവിച്ചു പോകാനുള്ളത് ഇതിൽ നിന്നും കിട്ടുന്നുണ്ടെന്നും കോടീശ്വരനാകാൻ പറ്റിയില്ലെങ്കിലും തൻ്റെ ജീവിത വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത ഈ മനുഷ്യൻ വിനയത്തോടെ പറയുന്നുണ്ട്. സ്ത്രീ ശരീരം പല രീതിയിലും വികലമായി ആഘോഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഷാജിയുടെ ഈ ഉയർന്ന ചിന്താഗതിയെയും പൗരുഷത്തെയും വാഴ്ത്തുകയാണ് സോഷ്യൽ മീഡിയ.